We will read Zechariah chapter 4 and verse 10. നമുക്ക് സെക്കരിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു നോക്കാം. Who dares despise the day of small things, since the 7 eyes of the Lord that range throughout the earth will rejoice when they see the chosen capstone in the hand of Zerubbabel. Zerubbabel is the man who built the temple of God. സർവശക്തനായ ദൈവത്തിന്റെ ആലയം പണിതുയർത്തിയ മനുഷ്യനാണ് സെരുബാബേൽ. In fact, he rebuilt the temple of God. സത്യത്തിൽ അവൻ സർവശക്തനായ ദൈവത്തിന്റെ ആലയം പൊളിച്ച് പണിയുകയാണ്, അതായത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. He rebuilt the temple which was broken to pieces, which brought shame to the people of Israel. തകർന്നു തരിപ്പണമായിരുന്ന ദൈവത്തിന്റെ ആലയം അവൻ പുനർനിർമ്മിച്ചു. അത് ഇസ്രായേൽ മക്കൾ ലജ്ജിക്കുന്നതിന് കാരണമായി തീർന്നു. And to make this massive project begin, all that he did was to take a plumb line to measure the dimensions of the temple. ദൈവാലയത്തിന്റെ പുനർനിർമ്മാണമെന്ന ഈ ബൃഹത്തായ പദ്ധതി ആരംഭിക്കുന്നതിനു വേണ്ടി അവൻ ചെയ്ത ഒരേ ഒരു കാര്യം ഒരു തൂക്കുകട്ടയും ചരടുമെടുത്ത് ദൈവാലയത്തിന്റെ പരപ്പളവ് എടുത്തു എന്നതാണ്. When he took that plumb line, the first step to build the massive temple of God, the 7 eyes of God came upon him, and the Lord rejoiced over him. ദൈവത്തിന്റെ ആലയം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ പടിയെന്ന നിലയിൽ അവൻ തൂക്കുകട്ടയും ചരടും എടുത്തപ്പോൾ ദൈവത്തിന്റെ 7 കണ്ണുകളും അവന്റെ മേൽ വന്നു. മാത്രമല്ല, ദൈവം അവനിൽ അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. God has given us great plans to build his kingdom. അതെ, ദൈവത്തിന്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ പദ്ധതി ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. He doesn't wait for us to finish the project to rejoice over us. നമ്മിൽ ആനന്ദിച്ചുല്ലസിക്കുന്നതിനെ, നമ്മിൽ സന്തോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതുവരെ ദൈവം കാത്തിരിക്കില്ല. But even when we take the first step, a little step, a small beginning, he begins to rejoice over us. എന്നാൽ നമ്മൾ അതിനുവേണ്ടി ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അതിന് തുടക്കം കുറിക്കുമ്പോൾ, സർവശക്തനായ ദൈവം നമ്മിൽ ആനന്ദിച്ചുല്ലസിക്കുവാൻ, സന്തോഷിച്ചുല്ലസിക്കുവാൻ തുടങ്ങുന്നു. Who can despise the small beginning? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ചെറിയ ചെറിയ തുടക്കങ്ങളെ ആർക്കാണ് തുച്ഛീകരിക്കുവാൻ കഴിയുക? The small step we take to fulfill the will of God makes his heart rejoice over us. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനു വേണ്ടി നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയത്തെ അത്യധികം സന്തോഷിപ്പിക്കുന്നു. In Job chapter 8 and verse 7, ഇയ്യോബ് 8-ാം വാക്യത്തിൽ Job says, ഇയ്യോബ് പറയുന്നു, our beginning may be very small, despisable, ഒരുപക്ഷെ നമ്മുടെ പൂർവ്വസ്ഥിതി നമുക്ക് വളരെ അല്പമായി തോന്നും, അത് നിസ്സാരമായിരിക്കും. but the end is going to be prosperous. എന്നാൽ നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്തായ ഒന്നായി തീരുവാൻ പോകുന്നു. For this God's eyes are upon us. അതിനുവേണ്ടി ദൈവം തന്റെ കണ്ണുകൾ നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. It's not that God has 7 eyes. ദൈവത്തിന് 7 കണ്ണുകൾ ഉണ്ട് എന്ന് അതിനർത്ഥമില്ല. He has created man in his image. കാരണം ദൈവം തന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. I believe he also has only 2 eyes. അതുകൊണ്ട് ദൈവത്തിനും 2 കണ്ണുകളെ ഉണ്ടായിരിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. But what it means is he puts all his love when he looks upon us, and he makes us complete the mission as he looks upon us. എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം നമ്മെ നോക്കുമ്പോൾ ദൈവം തന്റെ സകല സ്നേഹവും നമ്മുടെ മേൽ പകരുന്നു. മാത്രമല്ല, ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. So when we take the first step to fulfill his will, build his kingdom, he looks at us with a complete satisfaction. ആകയാൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനു വേണ്ടി, ദൈവത്തിന്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നതിനു വേണ്ടി നമ്മൾ ഒന്നാമത്തെ അടി എടുത്തു വെക്കുമ്പോൾ ദൈവം പൂർണ്ണ തൃപ്തിയോടുകൂടി നമ്മെ നോക്കുന്നു. Now what are the 7 eyes of God? ഇപ്പോൾ എന്താകുന്നു ദൈവത്തിന്റെ 7 കണ്ണുകൾ? അതിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? Firstly, his eyes do not look at evil. ഒന്നാമതായി, സർവശക്തനായ ദൈവത്തിന്റെ കണ്ണുകൾ
ദോഷത്തെ കാണുന്നില്ല. Habakkuk chapter 1 and verse 13. ഹബക്കൂക്ക് 1:13 വാക്യം നിങ്ങൾ വ്യക്തമായി വായിച്ചു നോക്കുവിൻ. The Bible says, അവിടെ വേദപുസ്തകം പറയുന്നു, His eyes do not look at evil. ദൈവത്തിന്റെ നിർമ്മലമായ ദൃഷ്ടികൾ ദോഷം കാണുന്നില്ല. What are the eyes of the world? ഇനി ലോകത്തിന്റെ കണ്ണുകൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. 1 John 2:16. 1 യോഹന്നാൻ 2:16. In the world we see the lust of the eyes. ലോകത്തിൽ നമ്മൾ കൺമോഹം എന്ന പാപം കാണുന്നു. The world only gives lust through its eyes. ലോകത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമ്മൾ ജഡമോഹം മാത്രമാണ് കാണുന്നത്. But God's eyes are eyes which do not look at evil at all. എന്നാൽ ദൈവത്തിന്റെ നിർമ്മലമായ ദൃഷ്ടികൾ ഒരിക്കലും ദോഷത്തിലേക്ക് നോക്കുന്നത് പോലുമില്ല. That's why with so much of evil going on in the world, He doesn't send His punishment immediately. അതുകൊണ്ടാണ് ലോകത്തിൽ നിരവധി ദുഷ്കൃത്യങ്ങൾ, ദുഷ്ടത നിറഞ്ഞ തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ദൈവം ഉടനടി തന്റെ ശിക്ഷാവിധിയെ ഭൂമിയിലേക്ക് അയക്കാതിരിക്കുന്നത്. We ask why God is not judging, why God is keeping quiet. നമ്മൾ പലപ്പോഴും ഇപ്രകാരം ചോദിക്കുന്നു, എന്തുകൊണ്ട് ദൈവം കുറ്റം വിധിക്കുന്നില്ല, എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു? His eyes cannot see evil. കാരണം ദൈവത്തിന്റെ കണ്ണുകൾക്ക് ദോഷത്തെ കാണാനാവില്ല. His eyes see only righteousness. ദൈവത്തിന്റെ കണ്ണുകൾ നീതി മാത്രമേ ദർശിക്കുന്നുള്ളൂ. Those are the eyes God is giving us as we begin our steps towards building God's kingdom. ദൈവത്തിന്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നതിനു വേണ്ടി നമ്മൾ ഓരോ അടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ദൈവം അതുപോലെയുള്ള നിർമ്മല ദൃഷ്ടികൾ നമുക്ക് നൽകുന്നു. Our eyes are going to see only righteousness, no wrongdoing. നമ്മുടെ കണ്ണുകൾ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ, നീതി നിറഞ്ഞ പ്രവൃത്തികൾ മാത്രം ദർശിക്കുവാൻ പോകുന്നു. നമ്മുടെ കണ്ണുകൾ ഒരിക്കലും ദോഷത്തെ കാണുകയില്ല. We will never see the lust of the world. നമ്മൾ ലോകത്തിന്റെ മോഹങ്ങളെ ഒരിക്കലും കാണുകയില്ല. God is giving us new pair of eyes. ദൈവം നമുക്ക് പുത്തൻ പുതിയ ഒരു ജോഡി കണ്ണുകൾ നൽകുന്നു. Eyes which do not see any evil. യാതൊരു തിന്മയെയും ദർശിക്കാത്ത നിർമ്മലമായ ദൃഷ്ടികൾ. When we receive such eyes, നമ്മൾ അതുപോലെയുള്ള നിർമ്മലമായ ദൃഷ്ടികൾ സ്വന്തമാക്കുമ്പോൾ, Matthew 6:22, മത്തായി 6:22 വാക്യം, our eyes are the light to our body. നമ്മുടെ കണ്ണുകൾ നമ്മുടെ ശരീരത്തിന്റെ വിളക്കായി തീരും, വെളിച്ചമായി തീരും. When our eyes do not see evil and is perfect, our whole body is full of light. നമ്മുടെ കണ്ണുകൾ ദോഷത്തെ ദർശിക്കാതിരിക്കുമ്പോൾ, തിന്മയെ കണ്ടുകൂടാതെ വണ്ണം നിർമ്മലമായി തീരുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിതമായി തീരുമെന്ന് വചനം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. And we become the light of the world. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി തീരുകയും ചെയ്യും. That is the prosperous step God is giving us today. ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ഐശ്വര്യ സമൃദ്ധമായ ഒരു ചുവടുവയ്പ് അതാകുന്നു. You and I will be the light of the world as our eyes are full of righteousness, beholding only righteousness from now on. ഇനി മുതൽ നമ്മുടെ കണ്ണുകൾ നീതി നിറഞ്ഞ പ്രവൃത്തികൾ മാത്രം ദർശിക്കുമ്പോൾ, നമ്മുടെ ദൃഷ്ടികൾ നിർമ്മലമായി തീരുമ്പോൾ നിങ്ങളും ഞാനും തീർച്ചയായും ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരും. Secondly, രണ്ടാമതായി, God's eyes are eyes of fire. സർവശക്തനായ ദൈവത്തിന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്ക് ഒത്തവണ്ണമുള്ള കണ്ണുകളാണ്. Revelation 1:14. നിങ്ങൾ വെളിപ്പാട് 1:14 വാക്യം വായിച്ചു നോക്കുവിൻ. And it says his eyes are eyes of flaming fire. അവിടെ വചനം പറയുന്നു, ദൈവത്തിന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്ക് ഒത്തതാണ്. Why the flaming fire? What does it do? എന്തുകൊണ്ടാണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതെന്ന് പറയുന്നത്? അഗ്നിജ്വാല എന്താണ് ചെയ്യുന്നത്? This flaming fire can penetrate into any earthly body. അഗ്നിജ്വാലയ്ക്ക് സമമായ ഈ കണ്ണുകൾക്ക് ഭൂമിയിലെ ഏതൊരു മനുഷ്യ ശരീരത്തിലൂടെയും കുത്തിത്തുളച്ച് കടന്നു പോകാൻ കഴിയും. God's eyes are able to look into every heart. ദൈവത്തിന്റെ കണ്ണുകൾക്ക് ഏത് മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് എത്തി നോക്കുവാൻ സാധിക്കും. 1 Samuel chapter 16 and verse 7 says, 1 ശമൂവേൽ 16:7 വാക്യം വ്യക്തമായി പറയുന്നു, man looks at the face, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, God looks at the heart. എന്നാൽ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. God looked at the heart of young David who was behind the sheep. ആടുകളുടെ പിന്നാലെ അനഞ്ഞിരുന്ന ബാലനായ ദാവീദിന്റെ ഹൃദയത്തിലേക്ക് ദൈവം And നോക്കി. in Acts 13:22, അപ്പോസ്തലപ്രവൃത്തികൾ 13:22 വാക്യത്തിൽ God says, ദൈവം പറയുന്നു, this is a man whose heart is righteous. ഈ മനുഷ്യന്റെ ഹൃദയം നീതിയാൽ നിറഞ്ഞിരിക്കുന്നു,
ഇവൻ നീതിയോടെ ജീവിക്കുന്നവനാണ്. He's a man after my own heart. ഈ മനുഷ്യൻ എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനാണ്. He will do all my will. ഇവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുന്നു. And God saw his heart with his flaming fire-filled eyes and made him king. ദൈവം തന്റെ അഗ്നിജ്വാലയ്ക്ക് സമമായ കണ്ണുകൾ കൊണ്ട് ദാവീദിന്റെ ഹൃദയത്തെ കണ്ടു. മാത്രമല്ല അവനെ രാജാവായി മാറ്റുകയും ചെയ്തു. The Lord made him king. ദൈവമാണ് ദാവീദിനെ രാജാവാക്കിയത്. That is the power of the flaming fire-filled eyes which God is giving all of us. ദൈവം നമുക്കെല്ലാവർക്കും നൽകുന്ന അഗ്നിജ്വാലയ്ക്ക് ഒത്തവണ്ണമുള്ള കണ്ണുകളുടെ ശക്തി അതാണ്. There was a man called Alan Turing ആലൻ ട്യൂറിംഗ് എന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു in England. ഇംഗ്ലണ്ടിൽ. He's a maths professor. അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. And during the Second World War, രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് because he was a genius in calculations, അദ്ദേഹം അനുമാനത്തിൽ, അതായത് ഗണനത്തിൽ ഒരു പ്രതിഭാശാലി ആയിരുന്നതുകൊണ്ട് General of the army called him and said, "Join our team." ആർമിയിലെ ജനറൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പിന്നീട് നീ ഞങ്ങളുടെ ടീമിൽ ചേരൂ എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. And he said, "We have to break the code of the machine, the communication machine of the German military." ജനറൽ പറഞ്ഞു, ജർമ്മൻ സൈന്യം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന യന്ത്രത്തിന്റെ രഹസ്യ ഭാഷ നമ്മൾ കണ്ടെത്തണം, അത് തകർക്കണം. And he was under a team. പിന്നീട് അലൻ ട്യൂറിംഗ് ഒരു ടീമിന് കീഴിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. But all the other scientists were only giving excuses why they could not do things. എന്നാൽ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്തത് എന്നതിനെക്കുറിച്ച് മറ്റു ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. The military always follows the chain of command. എന്നാൽ സൈന്യം എല്ലായ്പ്പോഴും കൽപ്പനകളുടെ ഒരു ശൃംഖല തന്നെ പിന്തുടർന്നിരുന്നു. അതനുസരിച്ചുകൊണ്ടായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. This man was the most junior. ഈ മനുഷ്യൻ ഏറ്റവും ജൂനിയർ ആയിരുന്നു. So whatever he said would be negatived by the leader. അതുകൊണ്ട് അലൻ ട്യൂറിംഗ് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ലീഡർ അതിന് നെഗറ്റീവായി ഉത്തരം നൽകും. He would say, "You are a junior, keep quiet. അദ്ദേഹം പറയും, താങ്കൾ ഒരു ജൂനിയറാണ്, മിണ്ടാതിരിക്കൂ. You must go through the chain of command." താങ്കൾ കൽപ്പനകളുടെ ശൃംഖലയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം, അതനുസരിക്കുവാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. There was no progress in the project. ആകയാൽ ആ പദ്ധതിയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. Finally, this man wrote a letter to Winston Churchill, the Prime Minister of England. അവസാനം ഈ മനുഷ്യൻ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസെന്റ് ചർച്ചിലിന് ഒരു കത്തെഴുതി. Immediately the letter came from the Prime Minister to that general. ഉടനടി പ്രധാനമന്ത്രിയിൽ നിന്ന് ജനറലിന് ഒരു കത്ത് ലഭിച്ചു. He said, "Alan Turing shall not be the last, he shall be the first in the project." ആ കത്തിൽ പ്രധാനമന്ത്രി ഇപ്രകാരം എഴുതിയിരുന്നു, ആലൻ ട്യൂറിംഗ് ഈ പദ്ധതിയിൽ ഒരിക്കലും അവസാനത്തെ ഒരു വ്യക്തിയല്ല, അദ്ദേഹമായിരിക്കണം ഈ പദ്ധതിയിൽ ഒന്നാം സ്ഥാനം വഹിക്കുന്നത്. He became the leader. പിന്നീട് അദ്ദേഹം ആ പ്രോജക്റ്റിന്റെ ലീഡറായി തീർന്നു. Of course, he had to fire some of them. തീർച്ചയായും അവരിൽ ചിലരെ അദ്ദേഹം ശകാരിക്കേണ്ടി വന്നു. But then he brought redemption എന്നാൽ പിന്നീട് ആ പദ്ധതിയിൽ വിജയം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. and discovered the most amazing machine which led to the computers of today. പിന്നീട് വളരെ വിസ്മരണീയമായ രീതിയിൽ ഒരു പുതിയ മെഷീൻ കണ്ടുപിടിച്ചു. ആ മെഷീനാണ് മനുഷ്യരാശിയെ ഇന്നത്തെ കമ്പ്യൂട്ടറിലേക്ക് നയിച്ചത്. But more than everything, saved the world. എന്നാൽ എല്ലാറ്റിനും ഉപരിയായി അദ്ദേഹം ലോകത്തെ രക്ഷിച്ചു. Yes, God is going to give you such eyes to lift those who are in despair, dirt, in the lowest levels, and insignificant, and make them kings with the eyes of flaming fire to know the plan of God for everyone whom God has given you in your അതെ, life. നിരാശയിലും താഴ്ന്ന അവസ്ഥകളിലും വീണുകിടക്കുന്നവരെ കരം പിടിച്ചുയർത്തി രാജാക്കന്മാരാക്കി തീർക്കുന്നതിനും ദൈവം ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാവരെയും കുറിച്ചുള്ള ദൈവഹിതം അറിയുന്നതിനും വേണ്ടി ദൈവം നിങ്ങൾക്ക് അഗ്നിജ്വാലയ്ക്ക് സമമായ കണ്ണുകൾ നൽകുവാൻ Thirdly, പോകുന്നു. his eyes are eyes which give counsel. മൂന്നാമതായി നമ്മുടെ മേൽ ദൃഷ്ടിവെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന കണ്ണുകളാണ് ദൈവത്തിന്റെ കണ്ണുകൾ. Psalm 32 and verse 8. സങ്കീർത്തനങ്ങൾ 32:8. I'll put my eyes upon you and give you counsel. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് ദൈവം പറയുന്നു. In Romans 8:26, the Bible says, റോമർ 8:26 സത്യവേദപുസ്തകം പറയുന്നു, in your moment of weakness, നിങ്ങളുടെ ബലഹീന നിമിഷങ്ങളിൽ when you say, "I do not know which way to go," ദൈവമേ ഏതു വഴിയിലൂടെ പോകണമെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ I will send you my Holy Spirit. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും.
He will pray with groanings through you. അപ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And my counsel will come. അപ്പോൾ എന്റെ ആലോചന നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവം പറയുന്നു. And you will walk in my ways and prosper. മാത്രമല്ല നിങ്ങൾ എന്റെ വഴികളിലൂടെ നടന്ന് ജീവിതത്തിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. As we begin this month, നമ്മൾ ഈ മാസം ആരംഭിക്കുമ്പോൾ expect God's counsel to come upon you through the Holy Spirit. പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവത്തിന്റെ ആലോചനകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുവിൻ. You will lead millions into God's will, and you will lead yourself into God's will. നിങ്ങൾ ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വഴി നടത്തും. മാത്രമല്ല നിങ്ങൾ നിങ്ങളെ തന്നെ സർവശക്തനായ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നയിക്കും. Fourthly, നാലാമതായി the eyes of the Lord are eyes which listens to prayers. ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന കണ്ണുകളാണ്. 2 Chronicles 7 and verse 14. 2 ദിനവൃത്താന്തം 7:14 We repent before God and turn to God. നമ്മൾ ദൈവം മുൻപാകെ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ, And in verse 15 he says, my eyes will be open to this place. 15 വാക്യത്തിൽ ദൈവം പറയുന്നു, എന്റെ കണ്ണുകൾ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കും. To hear your prayers. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനെ. He says, my eyes will be open in my temple. ദൈവം പറയുന്നു, എന്റെ ആലയത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണുകൾ തുറന്നിരിക്കും. What is God's temple? എന്താകുന്നു ദൈവത്തിന്റെ ആലയം? Is it a building? അതൊരു കെട്ടിടമാണോ? No. അല്ല. You and I are God's temple. നിങ്ങളും ഞാനുമാകുന്നു ദൈവത്തിന്റെ ആലയങ്ങൾ. 1 Corinthians 3:16. 1 കൊരിന്ത്യർ 3:16 6:19. 6:19 You are the temples of the living God. നിങ്ങളാകുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം. God's eyes are fixed on your heart. ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. Every prayer will be answered from now on, which comes from your heart. ഇനി മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകും. അത് സംഭവിക്കും. And your eyes will always be connected to God's eyes as God's temple. ദൈവത്തിന്റെ ആലയമെന്ന നിലയിൽ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ദൈവത്തിന്റെ കണ്ണുകളുമായി ബന്ധപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ കണ്ണുകളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കും. God's thoughts will be given to us. ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ആലോചനകൾ നമുക്ക് നൽകപ്പെടും. No worries. നമുക്കൊരു വിഷമങ്ങളും ഉണ്ടാകില്ല. Only joy. നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. Because the Lord will rejoice over us, saying, you are my temple, and you are building my temple. അതെ, നീ എൻ്റെ ആലയമാണ്, നീ എൻ്റെ ആലയം പണിതുയർത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മിൽ ആനന്ദത്തോടെ ഘോഷിക്കും. And the fifth nature of God's eyes. ഇനി ദൈവത്തിന്റെ ദൃഷ്ടിയുടെ അഞ്ചാമത്തെ സ്വഭാവം. 2 Chronicles 16 and verse 9. 2 ദിനവൃത്താന്തം 16:9 For the eyes of the Lord range throughout the earth to strengthen those whose hearts are fully committed to him. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനെ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. My friend, you are fully committed to do the will of God. എന്റെ സ്നേഹിത, നിങ്ങൾ ഏകാഗ്ര ചിത്തരായി ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. I know you don't mind shame. നിങ്ങൾ ലജ്ജയൊന്നും കാര്യമാക്കുന്നില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. You don't look at the time and work. നിങ്ങൾ സമയം നോക്കാതെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. You spend hours in fasting and prayer to do the will of God in every responsibility given to you by God. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനും ദൈവം നിങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി നിങ്ങൾ മണിക്കൂറുകൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ചെലവഴിക്കുന്നു. You sacrifice your time with your family and you sacrifice your personal desires. വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയമെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്കായി ചെലവഴിക്കുന്നു. ദൈവത്തിനു വേണ്ടി അതെല്ലാം ത്യാഗം ചെയ്യുന്നു. You are fully committed to the Lord. നിങ്ങൾ ദൈവഹിതം നിറവേറ്റുന്നതിനെ നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. God's eyes are going to wherever you are going. നിങ്ങൾ എവിടേക്ക് പോകുകയാണെങ്കിലും ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളോടൊപ്പം പോരുന്നു. ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു.
You can never be hidden. നിങ്ങൾക്കൊരിക്കലും ഒളിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല. The psalmist says, even if I go to the depths of the earth, you are there, Lord. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലും അങ്ങ് അവിടെയുണ്ട്. Even if I climb up, you are there. ഞാൻ മുകളിലേക്ക് ആകാശങ്ങളിലേക്ക് കയറിപ്പോയാലും അങ്ങ് അവിടെയുമുണ്ട്. Where can I hide? പിതാവേ, എനിക്ക് എവിടെയാണ് ഒളിച്ചിരിക്കുവാൻ കഴിയുക? God's eyes will follow you. ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളെ പിന്തുടരും. When you are fully committed to do the work of the Lord, you'll be the most lonely person in the whole world. ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും അധികം ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. ഏറ്റവും അധികം ഒറ്റപ്പെടുന്ന വ്യക്തി നിങ്ങളായിരിക്കും. Because you have been set apart by the Lord to do His work. Nobody else can help you. Nobody else can support you. Nobody else can understand you. You have to be alone with God, even though you are with everyone surrounding you. കാരണം ദൈവത്തിന്റെ വേല ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾ സർവശക്തനായ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കില്ല. ആർക്കും നിങ്ങളെ പിന്താങ്ങുവാൻ സാധിക്കില്ല. ആർക്കും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും ഉള്ളവരോടൊപ്പമാണ് വസിക്കുന്നതെങ്കിലും നിങ്ങൾ പലപ്പോഴും ദൈവത്തോടൊപ്പം ഏകരായി ജീവിക്കേണ്ടി വരും. ദൈവത്തോടൊപ്പം ഏകാന്തതയിൽ കഴിയേണ്ടി വരും. Yet God's eyes will be upon you. എങ്കിലും ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. You'll be alone, but never alone. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഏകരായിരിക്കുകയില്ല. In Genesis 6:8, ഉൽപ്പത്തി 6:8 വാക്യത്തിൽ Noah was all alone with his family in the ark. ആ പെട്ടകത്തിൽ നോഹ തന്റെ കുടുംബത്തോടൊപ്പം ഏകനായിരുന്നു, തികച്ചും ഒറ്റയ്ക്കായിരുന്നു. But he was committed to do the will of God. എന്നാൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനെ അവൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു, തന്നെ താൻ സമർപ്പിച്ചിരുന്നു. You and your family may be alone, ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും തികച്ചും ഏകരായിരിക്കാം. but you are committed to do the will of God. എന്നാൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനെ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. God's eyes will be upon you. ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. Right time, He will bring you out of the ark, തക്ക സമയത്ത് ആ പെട്ടകത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. and He will multiply you and make you fill the earth. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും പെരുകും. Every one of your families will have a great name on earth in the days to come. വരും കാലങ്ങളിൽ ഭൂമിയിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും വലിയ പേരും പ്രശസ്തിയും ഉണ്ടാകും. നിങ്ങൾ മഹാന്മാരായി തീരും. And sixthly, ആറാമതായി Matthew 9:36. മത്തായി 9:36 വാക്യം വായിച്ചു നോക്കുവിൻ. His eyes are eyes of compassion. ദൈവത്തിന്റെ കണ്ണുകൾ മനസ്സലിവിന്റെ കണ്ണുകളാണ്. When He saw the people like a sheep without anybody to care for them, He was moved with compassion. യേശു പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടപ്പോൾ അവരെക്കുറിച്ചോർത്ത് യേശുവിന്റെ മനസ്സലിഞ്ഞു. യേശു അവരോട് മനസ്സലിഞ്ഞു. He healed them. യേശു അവർക്ക് സൗഖ്യം നൽകി. But then He told His disciples, പിന്നീട് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, pray that God will send laborers. ദൈവം കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കുന്നതിനു വേണ്ടി കൊയ്ത്തിന്റെ യജമാനനോട് നിങ്ങൾ യാചിപ്പിൻ. More and more people should come to comfort all these millions of people who are following me. എന്നെ അനുഗമിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കൂടുതൽ കൂടുതൽ ജനങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. And finally, അവസാനമായി beautiful eyes. മനോഹരമായ കണ്ണുകൾ. Songs of Solomon, ശലോമോന്റെ ഉത്തമഗീതം chapter 1 and verse 15. 1-ാം അധ്യായം 15-ാം വാക്യം. His eyes are the eyes of a dove. ദൈവത്തിന്റെ കണ്ണുകൾ പ്രാവിന്റെ കണ്ണു പോലെയാണ്. Beautiful eyes. മനോഹരമായ കണ്ണുകൾ. Beautiful eyes. മനോഹരമായ കണ്ണുകൾ. And Jesus says യേശു പറയുന്നു in Matthew 10 and verse 16, മത്തായി 10:16 വാക്യത്തിൽ, I am sending you as sheep among the wolves. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ പോലെ അയക്കുന്നു. We have wolves all around us. അതെ, നമുക്ക് ചുറ്റും ചെന്നായ്ക്കൾ കൂട്ടം കൂടിയിരിക്കുന്നു. Jealous people, അസൂയാലുക്കളായ മനുഷ്യർ, wicked people. ദുഷ്ടരായ മനുഷ്യർ. But God never looks at them at all. എന്നാൽ ദൈവം ഒരിക്കലും അവരെ നോക്കുന്നില്ല. His eyes are only upon you and me, His sheep. ദൈവത്തിന്റെ കണ്ണുകൾ എപ്പോഴും ദൈവത്തിന്റെ ആടുകളായ നിങ്ങളുടെയും എന്റെയും മേലാണ്. But we become beautiful as sheep among the wolves. എന്നാൽ ചെന്നായ്ക്കളുടെ ഇടയിൽ നമ്മൾ സൗന്ദര്യമുള്ള ആടുകളായി തീരണമെന്ന് മാത്രം. Jesus says, be like thou, യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ പ്രാവിനെ പോലെ ആകുവിൻ. be pure. നിങ്ങൾ നിഷ്കളങ്കരാകുവിൻ.
as doves. പ്രാവിനെ പോലെ. Whatever you do, do it righteously according to the law of the land, and then no wolf can ever touch you. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ലോകത്തിന്റെ നിയമത്തിനനുസരിച്ച് നീതിയോടെ ചെയ്യുവിൻ. അങ്ങനെയാണെങ്കിൽ ഒരു ചെന്നായ്കൾക്കും ഒരിക്കലും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ നിയമം അനുസരിക്കണം, അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രമാണങ്ങളും. You will be as doves, perfect, and no wolf can touch you. അപ്പോൾ നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിത്തീരും. ഒരു ചെന്നായ്ക്കും പിന്നീട് നിങ്ങളെ തൊടുവാൻ കഴിയില്ല. My wife saw the vision of Jesus face to face for nearly an hour and a half. ഏകദേശം 1.5 മണിക്കൂർ നേരം എൻ്റെ ഭാര്യ കർത്താവായ യേശു ക്രിസ്തുവിനെ മുഖാമുഖമായി ദർശിച്ചു. But the only thing she remembers is the eyes of Jesus. എന്നാൽ യേശുവിൻ്റെ കണ്ണുകൾ മാത്രമാണ് ഇന്നും അവളുടെ ഓർമ്മയിൽ പച്ച പിടിച്ചിരിക്കുന്നത്. മറ്റൊന്നും അവൾക്ക് ഓർമ്മയില്ല. And she always says his eyes were beautiful. മാത്രമല്ല അവൾ എപ്പോഴും പറയാറുണ്ട്, യേശുവിൻ്റെ കണ്ണുകൾ മനോഹരമായിരുന്നു. Beautiful eyes. കണ്ണുകൾ മനോഹരമായിരുന്നു. Full of love. ആ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞിരുന്നു. Full of purity. വിശുദ്ധി നിറഞ്ഞിരുന്നു. Oh, it was piercing eyes. ആ കണ്ണുകൾ കുത്തി തുളയ്ക്കുന്ന കണ്ണുകളാണ്. Those are the eyes God is giving us. ദൈവം അതുപോലെയുള്ള കണ്ണുകൾ നമുക്ക് നൽകുകയാണ്. And no wolf can touch you. അപ്പോൾ ഒരു ചെന്നായ്ക്കും നിങ്ങളെ തൊടുവാൻ കഴിയില്ല. The complete blessing of the eyes of the Lord are upon you. യേശുവിൻ്റെ കണ്ണുകൾ നൽകുന്ന സമ്പൂർണമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെ മേലും ഉണ്ട്. So enter into the era of prosperity. ആകയാൽ സമൃദ്ധിയുടെ യുഗത്തിലേക്ക് നിങ്ങൾ സന്തോഷത്തോടെ പ്രവേശിക്കുവിൻ. Shall we pray? ഇപ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Loving Heavenly Father, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, thank you because we are not orphans in this world. പിതാവേ, ഈ ലോകത്തിൽ ഞങ്ങൾ അനാഥരല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. Your eyes are upon us, Lord. പിതാവേ, അങ്ങയുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ മേലുണ്ട്. Thank you, you have given us favor in your eyes. പിതാവേ, അങ്ങയുടെ കണ്ണുകളിൽ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. Thank you. യേശുവേ, നന്ദി. Shall we all thank God for the favor we have in the eyes of our Lord? നമ്മുടെ കർത്താവിന്റെ കണ്ണുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. Shall we open our hearts and thank Him right now? നമുക്കിപ്പോൾ ഹൃദയം തുറന്ന് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയാം. All of us have the plumb line in our hands ready to build God's kingdom. ദൈവത്തിന്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നതിനുള്ള തൂക്കക്കട്ടയും ചരടും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. God's eyes are upon you with joy and He is rejoicing over you. ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്. ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. That joy is coming upon you right ഇപ്പോൾ now. ആ അതുല്യമായ സന്തോഷം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. The joy of the Lord is your strength. അതെ, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. Thank you, Lord. പിതാവേ, നന്ദി. Thank you, Lord. പിതാവേ, നന്ദി. Give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. Father, we are so grateful that you're with us even as we begin this month. ഞങ്ങൾ ഈ മാസം ആരംഭിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. Lead us on. Be honored amongst us. In Jesus' name we pray. Amen. പിതാവേ, ഞങ്ങളെ വഴി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.